ഏപ്രിൽ മുതൽ ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം നൽകാനും 12 മാസത്തേക്ക് മുടങ്ങാതെ പെൻഷൻ നൽകാനും നടപടികളായെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ചങ്ങനാശ്ശേരിയിൽ പുതുതായി നിർമ്മിക്കുന്ന കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റേഷന്റെ നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്കും എയർ കണ്ടീഷൻ ബസ്സിൽ യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കും. ഇതിനായി ഏതാനും സ്വിഫ്റ്റ് ബസ്സുകൾ വലിയ ചാർജ് വർധനയില്ലാതെ AC-ആക്കും. കേരളത്തിന്റെ യാത്രാ സംസ്കാരം തന്നെ മാറാൻ ഇത് കാരണമാകും. മാത്രമല്ല, ബസ്സുകൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ വൈകാതെ ചലോ ഓപ്പ് സംവിധാനം കൊണ്ടുവരും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മാത്രമല്ല, ബസ് എവിടെയെത്തി, സീറ്റ് ഒഴിവുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാനും ആപ്പിലൂടെ കഴിയും. സീറ്റ് ഉണ്ടെങ്കിൽ ബസ് പുറപ്പെട്ടു കഴിഞ്ഞും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ആപ്പ് ഡെബിറ്റ് കാർഡ് വഴിയും UPI സംവിധാനം വഴിയും ബസ്സിൽ പണമടയ്ക്കാം. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന KSRTC കാർഡുകളും വീണ്ടും കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ വഴി വിൽക്കുന്ന ഇവ വാങ്ങി ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. വ്യാപാരികൾക്കും ഇത് ഗുണം ചെയ്യും. ആദ്യഘട്ടത്തിൽ 1 ലക്ഷം കാർഡുകൾ ഇറക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ ബസ് വാങ്ങുമ്പോൾ പഴയ ബസ് താഴെ തട്ടിലുള്ള സർവീസുകളാക്കി മാറ്റുന്ന രീതിയും നിർത്തുകയാണ്. ഇനി ഓർഡിനറി ബസ്സുകൾ മുതൽ എല്ലാം പുതുതായി വാങ്ങും.